നമസ്കാരം. എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മൊണ്ണ സുനിയും മൊണ്ണ പെണ്ണുങ്ങളും. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഒരു ഇടവേളയ്ക്ക് ശേഷം മൊണ്ണ സുനി ഐ2 ചാനൽക്കാരൻ മൊണ്ണ സുനിയെ എടുക്കുകയാണ്. മൊണ്ണ സുനി ഇപ്പോൾ ഒരു നിത്യ ശല്യമായി മാറിയിരിക്കുകയാണ്. ഒരു വൈറസ് കണക്ക് നിത്യ ശല്യമായി മാറിയിരിക്കുകയാണ്. കുറച്ചു കാലം രാഷ്ട്രീയ പാർട്ടിക്കാരുടെ പുറകിലായിരുന്നു മൊണ്ണ സുനി. എന്നാൽ ആ റീച്ചൊക്കെ കുറഞ്ഞ സമയത്ത് ഇപ്പോൾ മൊണ്ണ സുനി ക്രിസ്ത്യൻ സമൂഹത്തിലുള്ള ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന ദേവദാസന്മാരുടെ കുടുംബത്തിന് നേരെ, അവരുടെ ശുശ്രൂഷയ്ക്ക് നേരെ മെക്കിട്ട് കയറുക. അത് ബൈബിളും എടുത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദുഷ്ടന് ബൈബിൾ എടുക്കാൻ എന്താണ് കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദുഷ്ടൻ പ്രത്യക്ഷപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ മുമ്പിൽ കാണുന്നത്. അപ്പോൾ ഈ മൊണ്ണ സുനിയെ നമ്മൾ തീർച്ചയായിട്ടും വല വെക്കേണ്ടിയിരിക്കുന്നു, കെണിയിൽ വീഴ്ത്തേണ്ടിയിരിക്കുന്നു. ഇവൻ ആഭാസനാണെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. കാരണം കഴിഞ്ഞ ദിവസം ഒരു പ്രേക്ഷകൻ ഇവനെ വിളിച്ചപ്പോൾ ഇവൻ അമ്മയ്ക്ക് വിളിക്കുന്ന ഓഡിയോ എന്റെ കൈവശം കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ പുറത്തു വിടുന്നതായിരിക്കും. അപ്പോൾ തന്നെ ഇവനും ഞാനുമായുള്ള കേസ് വിഷയത്തിൽ മ്യൂസിയം സ്റ്റേഷനിൽ വന്ന് പതുങ്ങിയിരുന്ന ഒരു എലിയെ പോലെയാണ് അവൻ മ്യൂസിയം സ്റ്റേഷനിൽ വന്നിരുന്നത്. അവിടെ ഇരുന്നുകൊണ്ട് അവൻ പറഞ്ഞ വ്യാജമായ വാക്കുകൾ ഒട്ടനവധിയാണ്. അതിന്റെ ചിത്രങ്ങളും അതിന്റെ ഓഡിയോകളും കൈവശമുണ്ട്. അത് സമയമാകുമ്പോൾ പുറത്തു വിടുന്നതായിരിക്കും. ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് ടിനു ജോർജ് പാസ്റ്ററുടെ കാര്യമാണ്. അദ്ദേഹത്തെ കുറിച്ച് ഇവൻ കുറെ മൊണ്ണ സ്ത്രീകളെ കൊണ്ടിരുത്തിക്കൊണ്ട് സംസാരിച്ചു. പക്ഷേ ആ മൊണ്ണ സ്ത്രീകൾ സത്യത്തിൽ സഭയിൽ നിന്ന് പുറത്തുപോയ തികച്ചും അനാത്മീയരായ സ്ത്രീകളാണെന്ന് വളരെ വ്യക്തമാണ്. ഇവൻ സ്ത്രീകളെ കൊണ്ട് മാത്രമാണ് സമൂഹത്തിൽ സംസാരിക്കുന്നത്. മാത്രമല്ല അവരെ വീഡിയോ കൊണ്ട് വരാറില്ല. അവൻ വോയിസിൽ കൂടിയാണ് അവൻ സംസാരിക്കുന്നത്. അപ്പോൾ ഈ മൊണ്ണ സുനി, ഈ ആക്രി സുനി ആക്രി സ്ത്രീകളെ കൊണ്ടുവന്നിരുത്തി ആക്രി വർത്താനം പറയുമ്പോൾ അതിനെതിരെ ടിനു ജോർജിന്റെ സഹോദരൻ അദ്ദേഹം വരികയും ഈ കാര്യത്തിൽ അദ്ദേഹം ചില മറുപടി പറഞ്ഞിട്ടുണ്ട്. ഈ മൊണ്ണ സ്ത്രീകൾ, ഈ ആക്രി സ്ത്രീകൾ എന്ന് പറയുന്നത് ഇതെല്ലാം പെന്തക്കോസ്ത് സംഭവം വിട്ടുപോയവരാണെന്നും ഇവരെല്ലാം പറയുന്ന അപവാദമാണെന്നും ഇതിനെതിരെ അദ്ദേഹം നിയമപരമായി നേരിടുമെന്നും അദ്ദേഹം വീഡിയോയിൽ വന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ മൊണ്ണ സുനിയെ, ഈ ആക്രി സുനിയെ, ഈ നമ്മളെ ഓല കൊണ്ട് മേഞ്ഞ ശേഷം വെക്കുന്ന വേലിയുണ്ടല്ലോ, അതിനെ ഈ ചെറ്റ എന്നൊക്കെ പറയും, ആ സുനിയെ തീർച്ചയായിട്ടും ഇവനെ നേരിടേണ്ടത് കേസ് കൊണ്ട് മാത്രമല്ല, ഇവൻ നേരിടേണ്ടത് പരസ്യ സംവാദത്തിന് വിളിക്കണം. ഇവൻ കൊണ്ടുവരുന്ന സ്ത്രീകളെയും ഇവനെയും പരസ്യവേദിയിൽ സംവാദത്തിന് വിളിച്ചിട്ട് അവന്റെ തെളിവുകളും മറ്റ് എതിർഭാഗത്തുള്ള തെളിവുകളും നിരത്തിക്കൊണ്ട് പൊതുസമൂഹത്തിൽ കാണിക്കുന്നതാണ് ഏറ്റവും മെച്ചം. കാരണം ഇവൻ സോഷ്യൽ മീഡിയ വഴിയാണ് ആൾക്കാരെ അപവാദ പ്രചരണം നടത്തുന്നത്. അപ്പോൾ ഈ മൊണ്ണ സുനി, ആ ഓല കൊണ്ട് മേഞ്ഞതിനെ നമ്മൾ എന്താണ് പറയുന്നത്? ചെറ്റ എന്ന് പറയും. അതുപോലെ ഈ മൊണ്ണ സുനിയെ തീർച്ചയായിട്ടും നേരിടേണ്ടത് പരസ്യ സംവാദത്തിന് വിളിച്ചുകൊണ്ടാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, നിയമപ്രകാരം ഈ കാര്യം മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഇവനെ പരസ്യ സംവാദത്തിനും പരസ്യമായി ഇവനെ വിളിച്ചുകൊണ്ട് ഇവന്റെ ഈ മൊണ്ണ ആക്രി സ്ത്രീകളെയും മുമ്പതിൽ കൊണ്ടുവന്ന് സംസാരിക്കാൻ തയ്യാറാകണം ലൈവ് വീഡിയോ വഴി. അത്തരത്തിൽ മാത്രമേ ഇവരെ നേരിടാൻ കഴിയുള്ളൂ. കാരണം ഇവൻ ബോഷ്ക്ക് പറയുന്നവനും അതിന്റെ അപ്പനും, അവൻ തന്തയ്ക്ക് വിളിക്കുന്നവനും അമ്മയ്ക്ക് വിളിക്കുന്നവനും മാത്രമല്ല ദ്വയാർത്ഥ പ്രയോഗം നടത്തുന്നവനും ഇവൻ മാധ്യമ പ്രവർത്തകനല്ല, പിന്നെയോ മാ എന്ന് ചേർത്ത് വിളിക്കുന്ന മറ്റൊരു പ്രവർത്തകനാണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. നമുക്ക് വീഡിയോയിലേക്ക് വരാം. അതായത് ടിനു ജോർജിന്റെ സഹോദരൻ പറഞ്ഞ ചില കാര്യങ്ങൾ കേൾക്കാം. മാത്രമല്ല അദ്ദേഹം പറയുന്നു, ഞാൻ കേസിന് ഈ കാര്യം അപവാദ പ്രയോഗം നടത്തിയത് മാത്രമല്ല വ്യക്തിപരമായി ആക്ഷേപിച്ചത് കൊണ്ടും കുടുംബജീവിതത്തിൽ ആക്ഷേപിച്ചത് കൊണ്ടും ഈ ഇത്തരത്തിലുള്ള സ്ത്രീകൾ, സഭയിൽ നിന്ന് പുറത്താക്കിയ സ്ത്രീകൾ ഈ കടന്നു വന്ന് ഇത്തരത്തിൽ സംസാരിച്ചത് കൊണ്ടും അദ്ദേഹം നിയമപ്രകാരം പോകുന്നു എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നു. നമുക്ക് ടിനു ജോർജിന്റെ സഹോദരന്റെ വാക്കുകളിലേക്ക് പോകാം. ഗോഡ് ബ്ലസ് യു. സഹോദരങ്ങളെ, എൻ്റെ പേര് പാസ്റ്റർ ടി ബി. ഞാൻ പാസ്റ്റർ ടിനു ജോർജിൻ്റെ ചേട്ടനാണ്. എന്നെക്കാളും 5 വയസ്സിന് ഇളയതാണ് പാസ്റ്റർ ടിനു ജോർജ്. എനിക്കൊരു മൂത്ത സഹോദരനുണ്ട്. അദ്ദേഹം പാസ്റ്റർ ടി ജി. അദ്ദേഹം ഇപ്പോൾ US-ലാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും, എന്നെ അറിയാവുന്ന എല്ലാവർക്കും ഈ കാര്യങ്ങൾ അറിയാവുന്നതുമാണ്. എങ്കിലും ഞാൻ ഒന്നും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. എന്നെക്കാളും 5 വയസ്സിന് ഇളയതാണ് പാസ്റ്റർ ടിനു ജോർജ്. അദ്ദേഹത്തിനെതിരെ വന്നിരിക്കുന്ന കുറേയേറെ അലിഗേഷൻസ് ഈ അടുത്ത ദിവസങ്ങൾ നമ്മൾ കണ്ടു. ആശയങ്ങൾ വെച്ച് വിമർശിക്കാം, അതിനുള്ള റൈറ്റൊക്കെ നിങ്ങൾക്കുണ്ട്. പക്ഷേ വ്യക്തിഹത്യ അതൊരിക്കലും ഞങ്ങൾ ടോളറേറ്റ് ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. കാരണം ഞങ്ങൾ താമസിക്കുന്നത് കൊട്ടാരക്കരയിലാണ്. എൻ്റെ പപ്പായും മമ്മിയും ജീവനോടെ ഇരിപ്പുണ്ട്.
ഞങ്ങളുടെ സമൂഹം ഇന്നും കൊട്ടാരക്കരയിൽ ജീവനോടെ ഇരിപ്പുണ്ട്. ഞങ്ങളെ കുഞ്ഞുനാൾ തൊട്ടേ അറിയാവുന്ന എല്ലാവരും ഇന്നും കൊട്ടാരക്കരയിലുണ്ട്. ഞങ്ങൾ കൊട്ടാരക്കരയിൽ താമസിക്കുന്നത് അതിൻ്റെ മാർക്കറ്റ് ജംഗ്ഷനടുത്താണ്. ഞങ്ങളുടെ തൊട്ട് ലെഫ്റ്റ് സൈഡിൽ ആണ് മുസ്ലിം മോസ്ക്. ഞങ്ങൾക്കൊരു മുസ്ലിം സ്ട്രീറ്റ് ഉണ്ട്. അവിടെ ഒത്തിരി സുഹൃത്തുക്കൾ, ഞങ്ങൾക്ക് മുസ്ലിം സഹോദരങ്ങൾ, ഒത്തിരി സുഹൃത്തുക്കൾ ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ വലത്ത് ബാക്ക് സൈഡിലാണ് മഹാഗണപതി ക്ഷേത്രവും ശിവക്ഷേത്രവും ഒക്കെ. അവിടുത്തെയും ആ കമ്മ്യൂണിറ്റിയിലെ ഒത്തിരി സുഹൃത്തുക്കൾ ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ മുന്നോട്ട് മാർത്തോമ ചർച്ച്, സാൽവേഷൻ ആർമി. ഞാൻ പറഞ്ഞു വന്നത്, വളരെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിലാണ് ഞങ്ങൾ ജനിച്ചു വളർന്നത്. ഈ സമൂഹത്തിലൊക്കെ പെട്ട സുഹൃത്തുക്കൾ അന്നും ഇന്നും ഞങ്ങൾക്കുണ്ട്. അപ്പം ഞങ്ങളെ വ്യക്തിപരമായിട്ട് ഇവർക്കെല്ലാം നന്നായിട്ട് അറിയാം. അതുകൊണ്ട് I21 I2Iയോ ഞാൻ നിന്നെ ഒന്നും വാച്ച് ചെയ്യാറില്ല. പണ്ട് നിന്റെ തരികിടകളൊക്കെ കണ്ടപ്പോൾ തന്നെ അത് സ്റ്റോപ്പ് ചെയ്തതാണ്. പക്ഷെ ഇന്നലെ രാത്രിയിൽ ഞങ്ങളുടെ ഒരു പാസ്റ്റർ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഈ കാര്യം അറിഞ്ഞത്. അതുകൊണ്ട് സുനിലെ, നീ പറയുന്ന കാര്യം ഞങ്ങളെ അറിയാവുന്ന ആരും ഇത് വിശ്വസിക്കത്തില്ല. ചിലപ്പം സുനിലെ, നീ പോലും ഇത് വിശ്വസിച്ചിട്ടുണ്ടാവില്ല. ഈ രണ്ട് സ്ത്രീകളെ വെച്ച് നീ പറഞ്ഞ ഈ കാര്യം ചിലപ്പോൾ നീ പോലും വിശ്വസിച്ചിട്ടുണ്ടാവില്ല. കാരണം അതിനകത്തൊന്നും ഒരു ശതമാനം പോട്ടെ, 0.5% പോലും യാഥാർത്ഥ്യമില്ലാത്ത കാര്യമാണ് നീ ഈ കാശ് കൊടുത്ത് പറയിപ്പിച്ചത്. പിന്നെ ഇതിനകത്ത് ഒരു സ്ത്രീ ഉണ്ടല്ലോ, ഒരു അനുപമ. ആ വ്യക്തി, ഞാൻ ആ വ്യക്തി അങ്ങ് മര്യാദ കൊണ്ട് അങ്ങ് പറയുക കേട്ടോ. ഈ വ്യക്തിയെ ഞങ്ങളുടെ ചർച്ചിലുള്ള എല്ലാവർക്കും അറിയാം. ഈ സ്ത്രീ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ സഭയിൽ നിന്ന് പുറത്താക്കിയെന്നും ഞങ്ങളുടെ എല്ലാ ചർച്ചിലെ മെമ്പേഴ്സിനും അറിയാം. അതിന്റെ വാശിക്കായിരിക്കും ആ സ്ത്രീ വന്ന് അവിടെ നിന്നത് പറയുന്നത്. ഓക്കെ, എനിവേ, ഞങ്ങൾ തീർച്ചയായിട്ടും ഇത് നിയമപരമായിട്ട് തന്നെ ഇതിനകത്ത് ഡീൽ ചെയ്യാനായിട്ട് പോവുകയാണ്. കാരണം ഈ നവമാധ്യമങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വെറുതെ ആർഗ്യുമെന്റിന്റെ ആവശ്യമില്ലല്ലോ. ഞങ്ങൾ ഇന്നും ഭാരതത്തിന്റെ നീതിന്യായ വ്യവസ്ഥയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അതിനകത്തൊരു നീതി കിട്ടുമെന്ന് ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ വഴിയിൽ തന്നെ ഞങ്ങൾ പോകാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. കാരണം നീ പറഞ്ഞത് ഞങ്ങളെ അറിയാവുന്ന ആരും അത് വിശ്വസിക്കത്തില്ല. ഇവൻ ഞങ്ങളോട് ദേഷ്യമുള്ളവർ പോലും വിശ്വസിക്കത്തില്ല. പിന്നെ ഇവനൊരു പണി കിട്ടട്ടെ എന്ന് പറഞ്ഞ് ചിലപ്പം അവരതിനകത്ത് ഒത്തു നിൽക്കുമായിരിക്കും. പക്ഷെ അവർ വിശ്വസിക്കില്ല കേട്ടോ. ആരും അത് വിശ്വസിക്കത്തില്ല. ടിനുപാസിനെ കുറിച്ചോ എന്നെ കുറിച്ചോ എന്റെ ചേട്ടനെ കുറിച്ചോ നീ ഇപ്പം പുറത്തു വിട്ടിരിക്കുന്ന ഈ വാർത്ത ആരും വിശ്വസിക്കത്തില്ല. കാരണം ഞങ്ങൾക്കൊരു പൈതൃകമുണ്ട്, ഞങ്ങൾക്കൊരു പാരമ്പര്യമുണ്ട്. ഞങ്ങളെ അത്ര നല്ല ഡിസിപ്ലിനോട് കൂടെയാടാ ഞങ്ങളെ വീട്ടിൽ വളർത്തിയത്. അല്ല, നിന്റെ കൂട്ടി ഇങ്ങനെ നാട്ടുകാരെ തെറി വിളിച്ച് കാശുണ്ടാക്കാനല്ല ഞങ്ങളുടെ വീട്ടുകാർ പഠിപ്പിച്ചത്. നാട്ടുകാരെ തെറി വിളിച്ച് കണ്ട സ്ത്രീകളെ വെച്ചിട്ട് മറ്റുള്ളവരുടെ വ്യക്തിഹത്യ ചെയ്ത് കാശുണ്ടാക്കാനല്ല ഞങ്ങളെ പഠിപ്പിച്ചത്. ഞങ്ങളുടെ സമൂഹം ഞങ്ങളെ അങ്ങനെയല്ല പഠിപ്പിച്ചത്. അതുകൊണ്ട് എന്റെ അനിയനെ കുറിച്ച് എനിക്കൊരു സാക്ഷ്യമുണ്ട്, എന്റെ കുടുംബത്തിലൊരു സാക്ഷ്യമുണ്ട്. എടാ, ഇന്നും അവര് കുടുംബമായിട്ടാണ് ജീവിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിലും അവര് എന്റെ അനിയനും എന്റെ സിസ്റ്റർ ഇൻ ലോയും ഇവിടെ വന്ന് എന്റെ കൂടെ ഉണ്ടായിരുന്നു. നീ അവരെ കുറിച്ചാണ് ഈ മോശമായിട്ട് പറയുന്നത്? അതുകൊണ്ട് ഞങ്ങൾ നിയമപരമായിട്ട് മുന്നോട്ട് പോവുക തന്നെയാണ്, ചർച്ചയായിട്ടും വ്യക്തിപരമായിട്ടും. അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതൊക്കെ ഞങ്ങൾ ചെയ്യും. ഇത് പ്രൂവ് ചെയ്യും. നീ പ്രൂഫുമായിട്ട് വാ. കേട്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ, ഈ മനസ്സിനുണ്ടാക്കുന്ന ഒരു മുറിവുണ്ട്. ഈ അടുത്തിടകളിലൊക്കെ നമ്മൾ കണ്ടതല്ലേ, പബ്ലിക്കിൽ വന്ന് ഓരോന്നോരോന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തി ആത്മഹത്യ ചെയ്തതൊക്കെ. അപ്പൊ തീർച്ചയായിട്ടും ഇതിനകത്തൊരു നീതി ഉണ്ടാവും കേട്ടോ. ആത്മാഭിമാനത്തെക്കാളും കൂടുതലായിട്ടൊന്നുമില്ല കേട്ടോ. അപ്പൊ നീ ഞങ്ങളുടെ ആത്മാഭിമാനത്തെയാ ചോദ്യം ചെയ്തിരിക്കുന്നത്. ഞങ്ങളെ അറിയാത്ത ഒത്തിരി പേര് ഈ കേരളക്കരയിലുണ്ട്. ചിലപ്പോൾ അവരൊക്കെ ഇത് കേൾക്കുമ്പം അത് അവർ വിശ്വസിച്ചു പോകും. അതുകൊണ്ട് ഞങ്ങൾക്കിത് പ്രൂവ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് നീ എവിഡൻസുകളൊക്കെ എടുത്തു വെച്ചേക്ക് കേട്ടോ. ഞങ്ങളുടെ കയ്യിലും കുറെ എവിഡൻസ് ഉണ്ട്. നീ എവിഡൻസുകളൊക്കെ എടുത്തു വെക്ക്, നമുക്ക് കാണാം കേട്ടോ. ഓക്കെ, അപ്പം എന്നെ കേൾക്കുന്ന, എൽഷദായ് മിനിസ്ട്രി സ്നേഹിക്കുന്ന, സഭയെ സ്നേഹിക്കുന്ന, ഞങ്ങളിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന എല്ലാവരോടും ഒരു വാക്ക്. ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിച്ചൊരു വ്യക്തിയല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ വ്യക്തിപരമായിട്ട് അറിയാം. പക്ഷെ ഇത് ഞങ്ങളുടെ കുടുംബത്തിന്റെ പ്രശ്നമാണ്. ഇവൻ ഉന്നയിച്ചിരിക്കുന്നത് വ്യക്തിഹത്യയാണ്. ഒട്ടും യാഥാർത്ഥ്യമില്ലാത്ത, 1 ഇഞ്ച് പോലും യാഥാർത്ഥ്യമില്ലാത്ത
1% പോലും യാഥാർത്ഥ്യമില്ലാത്ത വ്യക്തിഹത്യയാണ്. ഇത് നിയമപരമായിട്ട് തന്നെ ഇടപെടും. ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഈ ഭാരതത്തിന്റെ നീതിന്യായ വ്യവസ്ഥയിൽ അതുമായിട്ട് തന്നെ മുന്നോട്ട് പോകും. ഇത് ടിനു പാസ്റ്റർ പറഞ്ഞിട്ട് ഞാൻ ഇട്ടതല്ല. കാരണം ടിനു പാസ്റ്റർ പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടത്തില്ല. മുമ്പും വ്യക്തിഹത്യ ചെയ്ത സമയത്തൊക്കെയും ഞാൻ ഇതുപോലൊരു പോസ്റ്റ് ഇടാനായിട്ട് ആഗ്രഹിച്ചിട്ട് അദ്ദേഹം എന്നെ തടഞ്ഞിട്ടേ ഉള്ളൂ. ദൈവം പ്രവർത്തിച്ചോളും എന്നൊക്കെ പറഞ്ഞിട്ടേ ഉള്ളൂ. എന്റെ അമ്മയും എന്നെ തടഞ്ഞിട്ടേ ഉള്ളൂ, ചർച്ചും എന്നെ തടഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷെ ഇത് എനിക്ക് ഒരിക്കലും ഇനി അടങ്ങിയിരിക്കില്ല കേട്ടോ. കാരണം ചർച്ചിനേക്കാളും മിനിസ്ട്രിയേക്കാളും എനിക്ക് ഇമ്പോർട്ടന്റ് എന്റെ കുടുംബമാണ്, എന്റെ അനിയനാണ്, എന്റെ ഫാമിലിയാണ്. അത് കഴിഞ്ഞ് കുടുംബം ഉണ്ടെങ്കിലെല്ലാം മിനിസ്ട്രി ഉള്ളൂ. ഓക്കെ, ആശയത്തെ നീയൊക്കെ ആശയം കൊണ്ട് എതിരിട്. നിങ്ങളൊക്കെ ഭയങ്കര അറിവുള്ളവരല്ലേ, വചനം എടുത്തൊക്കെ ഭയങ്കര നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഭയങ്കര ജ്ഞാനികളാണ്. നിങ്ങൾ ആശയത്തെ, പക്ഷെ വ്യക്തിഹത്യ ചെയ്താൽ ഇവിടെ നിയമമുണ്ട്, നിയമവ്യവസ്ഥയുണ്ട്. ഞങ്ങൾ അങ്ങനെ തന്നെ മുമ്പോട്ട് പോകും. കാത്തിരുന്ന് നീ കണ്ടാൽ മതി കേട്ടോ. താങ്ക് യു വെരി മച്ച്.